ഭക്ഷണ പദാർത്ഥങ്ങളിലും പച്ചക്കറികളിലും സർവത്ര വിഷവും മായവും. പോയ വാരം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ വാർത്തയാണ്. എന്നാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിൽ ദോഷകരമായ വസ്തുക്കളുടെ അളവ് കുറവാണെന്നും നാം മനസ്സിലാക്കി. നമുക്ക് വേണ്ടത് നാം തന്നെ കൃഷി ചെയ്യണം എന്ന സന്ദേശമാണ് ഈ വാർത്തകൾ നൽകുന്നത്. ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടുപച്ച ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിലെ പട്ടിമറ്റത്തുള്ള ഒരു പച്ചപ്പിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. ഔഷധ സസ്യങ്ങളെയും മറ്റ് ചെടികളെയും പറ്റി ആധികാരികമായി സംസാരിക്കാവുന്ന സുധാകരൻ എന്ന കർഷകനെ നമുക്ക് കണ്ടുമുട്ടാം. പച്ചപ്പിന്റെ മൊത്തക്കച്ചവടക്കാരനാണ് സുധാകരൻ. നാടിനെ പച്ച പിടിപ്പിക്കാൻ മുദ്രാവാക്യങ്ങളും പ്രകൃതി സ്നേഹവും മാത്രം പോരെന്ന പക്ഷക്കാരൻ. വൻതോതിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് സുധാകരന്റെ മുദ്രാവാക്യം. അപൂർവമായ ചെടികളെ തേടിപ്പിടിച്ച് പ്രചരിപ്പിക്കണം. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹം. തന്റെ ലക്ഷ്യങ്ങൾക്ക് മാർഗമായി സുധാകരൻ നട്ടുവളർത്തിയ പ്രസ്ഥാനമാണ് രായിരത്ത് ഗാർഡൻസ്. ഇവിടെ ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരി ആദിവാസികൾ ഈ ട്രൈബൽസ് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഡ്രഗ് പ്ലാന്റ്സ്, ഒറ്റമൂലികളായിട്ടുള്ള പ്ലാന്റ്സ്, പിന്നെ ചില ഔഷധ സസ്യങ്ങളെ ശരിയായ രീതിയിലുള്ള ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയുക, അങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്കും ഇവിടെ വരുന്ന ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ചെടികളോടുള്ള സ്നേഹം സുധാകരനെ കോളേജിൽ ബോട്ടണി വിദ്യാർത്ഥിയാക്കി. വനം വകുപ്പിൽ ജോലി ശരിയായി വന്നതായിരുന്നു. അപ്പോഴാണ് അച്ഛന്റെ നിര്യാണം. അച്ഛന്റെ ബിസിനസ്സുകൾ നോക്കാനെത്തിയ സുധാകരൻ പക്ഷേ വഴിമാറി നടന്നു. അച്ഛന് നെല്ലിൻ്റെ മില്ല്, ഹോൾസെയിൽ മില്ലും നേന്ത്രക്കായയുടെ ഹോൾസെയിൽ ബിസിനസ്സായിരുന്നു. പക്ഷെ ബിസിനസ് രംഗം എന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്തൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ സാഹചര്യം നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ അച്ഛൻ തുടങ്ങി വെച്ച ആ റൈസ് മില്ല് ബിസിനസ് ഞാൻ നല്ല രീതിയിൽ കൊണ്ടു നടന്നു. നഷ്ടം വന്നിട്ടല്ല, എനിക്ക് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഞാൻ പഠിച്ച സബ്ജക്റ്റിലേക്ക് വരിക, അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങുക. അങ്ങനെ നോക്കിയപ്പോൾ നഴ്സറിയാണ് ഞാൻ ഏറ്റവും കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു ഭാഗം. 50 സെന്റിൽ തുടങ്ങിയ നഴ്സറി വളർന്ന് ഇപ്പോൾ 8 ഏക്കറിലായി പടർന്നിരിക്കുന്നു. സസ്യശാസ്ത്ര പഠനം നഴ്സറി നടത്തിപ്പിൽ തുണയായി. പാഠപുസ്തകത്തിൽ പഠിച്ചതിനേക്കാൾ പ്രകൃതിയിൽ നിന്ന് സുധാകരൻ ഏറെ പഠിച്ചു. ഔഷധ ചെടികളോടുള്ള പ്രത്യേക സ്നേഹം അങ്ങനെയുണ്ടായതാണ്. ഒത്തിരി എഫർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഒരിക്കലും മഞ്ഞ നിറമില്ല, വെണ്ണയുടെ നിറമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കസ്തൂരി മഞ്ഞൾ കളക്ട് ചെയ്യാൻ ഇപ്പോൾ ഞാൻ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്നുകൊണ്ട് തരാറുണ്ട്. ഞാനും അറിയാതെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട്. അതിന് ഞാൻ ഒത്തിരി എഫർട്ട് എടുത്ത് ഒരു ആദിവാസിയുടെ പിന്നാലെ നടന്ന്, അയാൾ 100 പ്രാവശ്യം പിന്നാലെ നടന്നിട്ടാണ് അയാൾ അങ്ങനത്തെ ഒരു ചെറിയ പ്ലാന്റ് മെറ്റീരിയൽ എനിക്ക് തന്നത്. അപ്പോൾ വെണ്ണയുടെ നിറമാണ്, നമുക്ക് നോക്കി അറിയാം. ഇതൊക്കെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെണ്ണയുടെ നിറം, കർപ്പൂരത്തിൻ്റെ സ്മെൽ, അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഔഷധ ചെടികളെക്കുറിച്ച് അന്വേഷിച്ചും അവയെ പരിപാലിച്ചും ഒരു ആയുർവേദ ഡോക്ടറുടെ അറിവ് നേടിയിട്ടുണ്ട് സുധാകരൻ. ഇപ്പോൾ സംശയമുണ്ടെങ്കിൽ ഇദ്ദേഹത്തോടൊപ്പം കുറച്ചുനേരം ചെലവിട്ടാൽ മതി. ഈ കാണുന്ന ദന്തപ്പാല സോറിയാസിസ് പോലുള്ള ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്ന് ചെടിയാണ്. ഉപയോഗിക്കേണ്ട വിധം ഇങ്ങനെ. മരുന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ അത് 1:1 റേഷ്യോയിൽ 1 കിലോ വെളിച്ചെണ്ണ, പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ, 1 കിലോ ഇതിൻ്റെ ഇല ഒരാഴ്ച വെയിലത്ത് വയ്ക്കണം. ചൂടാക്കരുത്. ഡയറക്റ്റ് നല്ലൊരു ഉരുളിയിൽ ഇട്ടിട്ട് ഒരാഴ്ച വെയിലത്ത് വയ്ക്കുക. അപ്പോൾ ആ വെയിലത്ത് വയ്ക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഈ വെളിച്ചെണ്ണ ഒരു വയലറ്റ് കളറാവും. ആ വെളിച്ചെണ്ണ നമ്മൾ അരിപ്പ കൊണ്ട് ഊറ്റിയെടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ 1 മണിക്കൂർ തേച്ച് പിടിപ്പിക്കുക. അത് ഈ ത്വക്ക് രോഗങ്ങളെന്ന് പറയും, വളരെ രൂക്ഷമായ ത്വക്ക് രോഗം, അത് വന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. ഇത് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. പൈൽസ് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ചെടിയാണ് ഈ അയ്യപ്പന. പ്രയോജനം കിട്ടുന്ന വിധം ഇപ്രകാരവും. ഇതിൻ്റെ ഒരു 5-6 ഇല വീതം 2 നേരം, കാലത്തും വൈകിട്ടും. ഇപ്പോൾ കാലത്തൊരു നമ്മൾ എണിച്ച ഉടനെ തന്നെ വെറും വയറ്റിൽ, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണിക്കൊക്കെ സമയത്ത് ചവച്ചരച്ച് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി തരം 10-12-13 തരം പൈൽസിൻ്റെ രോഗം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ രൂക്ഷമായത് മാറാൻ ബുദ്ധിമുട്ടാവും. മറ്റുള്ള ഏർലി സ്റ്റേജിലുള്ള
പൈൽസ് രോഗം. നമുക്കിത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു കഷ്ടി ഒരു മാസം നമുക്ക് 2 നേരം വെറുതെ ഡയറക്റ്റായിട്ട് നമുക്ക് തിന്നാം. 1998 നഴ്സറി ആരംഭിച്ചത്. ഈ രംഗത്ത് വന്ന മാറ്റങ്ങളെല്ലാം സ്വീകരിച്ചു. നഴ്സറിയുടെ പല ഭാഗത്തായുള്ള ഗ്രീൻ ചേംബറുകളും പോളി ഹൗസുകളും അതിനുദാഹരണമാണ്. നമ്മൾ ഇപ്പോൾ ഒരു മാസം വളരുന്ന ഒരു ചെടി ഈ പോളി ഹൗസിൽ ഒരു മാസം കൊണ്ട് എത്ര വളരും? അതിൻ്റെ ഒരു 5 ഇരട്ടി 6 ഇരട്ടി വലിപ്പത്തിൽ ഈ പോളി ഹൗസിൻ്റെ ഉള്ളിൽ ആ ചെടി വളരും. അതുകൊണ്ടാണ് ഈ പോളി ഹൗസ് ഇത്രയധികം ഇമ്പോർട്ടൻസ് വരുന്നത്. പുതിയ ചെടികളെ നമ്മുടെ മണ്ണിൽ മെരുക്കിയെടുക്കാനും പോളി ഹൗസുകൾ ഉപയോഗിക്കുന്നു. ഷുഗർ വള്ളി എന്നറിയപ്പെടുന്ന ഈ ചെടിയെ ഒരുക്കിയെടുക്കാനുള്ള തിരക്കിലാണ് സുധാകരൻ ഇപ്പോൾ. നാട്ടിലെ പ്രമേഹ രോഗികൾക്ക് ആശ്വാസമെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ടൈനോസ്പോറ ക്രിസ്പ എന്നിട്ടുള്ള ഷുഗർ വള്ളി എന്ന് ലോക്കൽ നെയിമിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഇത് വളരെ അപൂർവമാണ്. ഇത് വിയറ്റ്നാം, അങ്ങനെ തായ്ലൻഡ്, അങ്ങനെ ഇന്തോനേഷ്യ അവിടെയൊക്കെ കാണുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഈ കേരളത്തിൽ തന്നെ നഴ്സറികളിൽ വളരെ വളരെ അപൂർവമാണ്. ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞാനത് പുറത്തുനിന്നുള്ള ഒരാൾ എനിക്ക് തന്നിട്ട് ഞാനത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 15 ദിവസം ഇതിൻ്റെ ഏകദേശം ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ വലിപ്പമുള്ള ഒരു തണ്ടിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ചതച്ചിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് ചതച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് വെറും വയറ്റിൽ കഴിക്കുക. അതേ തന്നെ നമുക്ക് ഉച്ചതിരിഞ്ഞിട്ടും കഴിച്ചാൽ ഏകദേശം ഒരു 2 ആഴ്ച കഴിക്കുമ്പോൾ ഷുഗർ കണ്ടമാനം കുറയുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നഴ്സറിയെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഇതാണ് വിൽപ്പന കേന്ദ്രം. ഉൽപാദന സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള തൈകൾ ഇവിടെ നിരത്തും. സന്ദർശകർക്ക് പരസഹായമില്ലാതെ ചെടികളെ തിരിച്ചറിയാനും ഗുണം മനസ്സിലാക്കാനുമായി ബോർഡുകളുമുണ്ട്. സംശയം പിന്നെയും ബാക്കിയാണെങ്കിൽ സുധാകരൻ നേരിട്ടെത്തി വിശദീകരിക്കും. കർപ്പൂരം ഇതിൻ്റെ തടിയിൽ നിന്ന് ഡിസ്റ്റൽ ചെയ്തിട്ടാണ് കർപ്പൂരം എടുക്കുന്നത്. ഇത്തിരി ഒരു മീഡിയം കൂളിംഗ് ക്ലൈമറ്റിലൊക്കെ വളരണതാണ്. കാരണം അതിൻ്റെ തടി നമ്മൾ ഡിസ്റ്റിൽ ചെയ്തിട്ട് അതിൻ്റെ ലിഡിൽ നമ്മൾ തണുപ്പിക്കുമ്പോൾ അത് പ്രത്യേക തരത്തിലുള്ള ഈ ലിഡിൻ്റെ അടിയിൽ ഒരു വൈറ്റ് കളറ് ഒരു പാട പോലെ നമുക്കുണ്ടാവും. അതിനെ ചുരണ്ടിയിട്ടാണ് നമ്മൾ കർപ്പൂരം. പക്ഷെ നമ്മുടെ ക്ലൈമറ്റിൽ ഇത് വളരും. ഇതാണ് മരമഞ്ഞൾ. സിഫിലിസ്, ഹെർണിയ തുടങ്ങിയ രോഗങ്ങളെ ഭേദമാക്കുന്ന ഈ ചെടി പടർന്നു വളരും. തണ്ടൊടിച്ച് നട്ട് വളർത്തണം. അത്ര എളുപ്പമല്ല അത്. നക്ഷത്രവൃക്ഷങ്ങളുടെ തൈകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അശ്വതി, കാഞ്ഞിരം, ഭരണി, നെല്ലി, അങ്ങനെ ഓരോരോ നക്ഷത്രക്കാർക്ക് വരുന്ന വൃക്ഷങ്ങളാണ് ഈ സ്റ്റാൻഡിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ നവഗ്രഹ വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ രാശി വൃക്ഷങ്ങൾ, ഇതെല്ലാം മൊത്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൽ വെളിയിലേക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മൈഗ്രെയിൻ, വയറുവേദന എന്നിവയെ ചെറുക്കാൻ കോളമരത്തിന് സാധിക്കും. ഈ മരത്തിന്റെ കായുടെ സത്താണ് കോള നിർമ്മാണത്തിലെ ഒരു ഘടകം. ഇത് നമ്മൾ TV ചാനലൊക്കെ നമ്മൾ കാണാം. ഈ കാടുകളിലൊക്കെ, പ്രത്യേകിച്ച് വിയറ്റ്നാം അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ, കൊടുങ്കാടുകളിലൊക്കെ ഇത് നിൽക്കുമ്പോൾ കാട്ടാനകളൊക്കെ അത് തിന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ ലഹരിയുണ്ട്. ഇതിങ്ങനെ ആടി നടക്കും, ഇങ്ങനെ നടക്കും. കാരണം ഇവർക്കത് ഈ മാന് അവരെ മൃഗങ്ങൾ തിന്നണതാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു ലഹരിയുണ്ട്. ആദിവാസികൾക്കൊപ്പം കാട്ടിലലഞ്ഞു നേടിയ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. വിഷചികിത്സയ്ക്ക് ഉത്തമമായ അണലിവേഗം അതിലൊന്നാണ്. ചെടിയുടെ തോലും നീരുമാണ് പ്രയോജനം ചെയ്യുന്നത്. എത്ര വിഷമുള്ള പാമ്പും ഈ മരത്തിൻ്റെ അടുത്ത് വന്നാൽ പാമ്പ് മയങ്ങി ചത്തുപോകും. കാരണം ഇതിൻ്റെ മെച്ചുറായ പ്ലാന്റിൻ്റെ തടിയിൽ നിന്ന് ഫെർമൻ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു സ്മെല്ലിങ്ങനെ പ്രത്യേക തരത്തിലൊരു ഗന്ധം വരുന്നുണ്ട്. അത് മണക്കുമ്പോൾ പാമ്പ് മയങ്ങുകയാണ്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ പാമ്പൊന്നും എൻ്റെ അടുത്തേക്ക് വരില്ല. പക്ഷേ ഇവർ അബ്നോർമലാകുമ്പോൾ ഈ നമ്മൾ കാണാം, ഈ മാന് ഇങ്ങനെ വലിയ വലിയ മൃഗങ്ങളെയൊക്കെ ഇവർക്ക് വിഴുങ്ങാനുള്ള കഴിവുണ്ട്. കഴിഞ്ഞിട്ട് ഇരമുഴുകി കിടക്കുമ്പോൾ ഇവർ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകും. ഇവർ കിടന്നിട്ട് ഉരുളുന്ന സമയത്ത് ഇങ്ങനെ ഉരുണ്ട് ഇതിൻ്റെ ഈ മരത്തിൻ്റെ ചോട്ടിൽ വന്ന് പെടും. ഈ മരത്തിൻ്റെ ചോട്ടിൽ വന്ന് പെടുമ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല. കാരണം ഇതിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ടാവും. മൂക്കിലേക്ക് അടിച്ചു അവിടെ കിടന്നിട്ട് അങ്ങനെ മണത്ത് ഈ പാമ്പിൻ്റെ വാരിയെല്ലുകൾ നിറച്ച് ഈ മരത്തിൻ്റെ ചോട്ടിൽ കാണാം. കഥകളും പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ചെടികൾ ശേഖരിക്കുന്നതിൽ പ്രത്യേക ത്രില്ലാണ് സുധാകരന്. രാവണന്റെ ലങ്കയിൽ സീത ഇരുന്നത് ഈ വൃക്ഷത്തിന്റെ ചുവട്ടിലാണെന്നാണ് വിശ്വാസം. പേര് ശിംശിപ്പ. ഇതിൻ്റെ ഇല ഒരിക്കലും നേരിട്ട് എൻ്റെ മരത്തിൻ്റെ ചോട്ടിലേക്ക് ഉണങ്ങിയ ഇലകൾ വീഴില്ല എന്നാണ് വിശ്വാസം. കാരണം സീതയുടെ തലയിലേക്ക് അത് വീഴാൻ പാടില്ല. അപ്പോൾ രാവണൻ കൊണ്ട് ഇരുത്തിയത് തന്നെ, രാവണൻ വളരെ ദുഷ്ടനാണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ വളരെ ബുദ്ധിമാനും എല്ലാ അറിവുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് രാവണൻ ഈ ശിംശിപ്പയുടെ ചോട്ടിൽ കൊണ്ട്
ഇരുത്തിയത്. ശ്രീലങ്കയിലൊക്കെ കാണുന്ന പറയും നന്നായിട്ടത്. അപ്പോൾ അങ്ങനെയാണ്, ഇത് വളരെ അപൂർവമാണ്. ഇതിൻ്റെ സീഡ് വരെ ഉണ്ടാവും, ബുദ്ധിമുട്ടാണ്. ലെയർ ചെയ്താൽ തന്നെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇതിൻ്റെ പ്ലാന്റിങ് മെറ്റീരിയൽ ഞങ്ങളിവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഭയങ്കര വിലയാണ്. മിനിമം 10,000-2,000 രൂപയ്ക്ക് വില വരുന്ന ഒരു ചെടിയാണിത്, ഒരു ചെടി കൊടുക്കാൻ തന്നെ. അപ്പോൾ ഡിമാൻഡ് ആവശ്യക്കാരെയുണ്ട്, കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കൃഷ്ണനാലിനും പേരിലുള്ളതുപോലെ തന്നെ വിശ്വാസവുമായി ഒരു ബന്ധമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാം, ഇതിൻ്റെ 2 പോക്കറ്റൊക്കെ ഉണ്ട്. നമുക്കൊരു സങ്കല്പമാണ് അതൊക്കെ കേട്ടോ. കണ്ണൻ ശ്രീകൃഷ്ണൻ വെണ്ണ അതിൻ്റെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളതാണ് ഒരു സങ്കല്പം. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ ഇപ്പോൾ ഫൈക്കസ് കൃഷ്ണനാൽ എന്നാണ് പറയുക. അത് ബൊട്ടാണിക്കൽ നെയിമിൻ്റെ വേൾഡിൽ ഫൈക്കസ് കൃഷ്ണ എന്നാണ്. കരിനൊച്ചി, രുദ്രാക്ഷം, നെയ്വള്ളി, വീഴാർ, അഴന്ത, അങ്ങനെ ചെടികൾ ഇനിയുമുണ്ട് കാണാൻ. നോനി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നിറച്ച് ഉണ്ടോ, ഭയങ്കര രസമായിട്ടുള്ള ഫ്രൂട്ടുകളാണ്. ഇത് ഷുഗർ പേഷ്യൻസ്, ഷുഗറുള്ള ആൾക്കാർക്ക്, പ്രമേഹ രോഗികൾക്ക് വളരെ ബലവത്തായ ഇതിൻ്റെ സിറപ്പാണ് ഇതിൻ്റെ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ കായ പിഴിഞ്ഞിട്ടുള്ള പ്രത്യേക ഒരു ജ്യൂസ്. നമുക്ക് വേണമെങ്കിൽ സിറപ്പ് ഉണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ തുണിയിൽ ഇത് കെട്ടിവെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെ നമുക്ക് തന്നെ പിഴിഞ്ഞെടുക്കാം. പക്ഷേ ആ ചാറിന് ചിലപ്പോൾ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. ഇനി സുധാകരന്റെ സസ്യ ഫാക്ടറിയിലേക്ക്. ഇവിടെ നിന്നാണ് ലക്ഷക്കണക്കിന് തൈകൾ കേരളത്തിനകത്തും പുറത്തുമുള്ള അനേകം പറമ്പുകളിൽ വേര് പിടിക്കാനായി പിറന്നു വീഴുന്നത്. ഇവിടെ എത്തുമ്പോൾ സുധാകരൻ സസ്യപ്രേമിക്കൊപ്പം നല്ലൊരു ബിസിനസ്സുകാരനുമാകും. ഒരു വർഷം നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ ഏകദേശം 1 ലക്ഷം തൈ കൊടുക്കുന്നുണ്ടാവും. പിന്നെ അത് കൃത്യമായിട്ട് പറയാൻ മുഴുവൻ കിട്ടില്ല. ചില മാസങ്ങളിൽ 2 ലക്ഷം ഉണ്ടാവും, ചില മാസങ്ങളിൽ 50,000 ഉണ്ടാവും. എന്നാലും നമ്മളൊരു ആവറേജ് കണക്കാക്കിയിട്ട് അത്രയധികം നമുക്ക് സെയിലുണ്ട്. അത് നമ്മുടെ എഫർട്ടാണിതിൽ. കാരണം നമ്മളതിൽ ഓരോ ചെടിയും നമ്മുടെ മക്കളെ പോലെയാണ് സ്നേഹിക്കണം. അതേപോലെ നമ്മളിത് കൊണ്ടു നടക്കണം. എന്നാലേ നമുക്കിത് പൂർണ്ണമായി വിജയമുള്ളൂ. ഒരിക്കലും നഴ്സറി ബിസിനസ് നഷ്ടമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം തൊഴിലായിട്ട് നടത്താൻ പറ്റുന്നൊരു സംഭവമാണ് ഈ അഗ്രികൾച്ചർ നഴ്സറി എന്ന് പറഞ്ഞത്. ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും എല്ലാം ചെയ്യാൻ വിദഗ്ധരായ തൊഴിലാളികൾ ഒപ്പമുണ്ട്. തോട്ടവിളകളുടെയും ഫലവൃക്ഷങ്ങളുടെയും എല്ലാം ഗുണമേന്മയേറിയ തൈകൾ ഇവിടെ തയ്യാർ ചെയ്യപ്പെടുന്നു. ജാതിയും തെങ്ങുമെല്ലാം വളർന്നു നിൽക്കുന്ന പറമ്പിലാണ് തൈകൾ വിശ്രമിക്കുന്നത്. ചെടികൾക്ക് തണൽ വേണ്ട സമയത്ത് പറമ്പിനെ തന്നെ അതിനായി ഉപയോഗിച്ച് സ്ഥലം ലാഭിക്കാം. മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡിന്റെ GMB സർട്ടിഫിക്കറ്റ് നേടിയ നഴ്സറിയാണ് രായിരത്ത് ഗാർഡൻസ്. വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ സ്ഥാപനം നീങ്ങിക്കഴിഞ്ഞു. അതിനാണ് ഈ കൂറ്റൻ പോളി ഹൌസ് ഒരുങ്ങുന്നത്. കേരളത്തിലെ മുഴുവൻ സസ്യസ്നേഹികൾക്കും വേണ്ടി ഒരു ഹൈടെക് അഗ്രി പാർക്ക്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കാരണം ഇവിടുത്തെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും, ആയുർവേദ വിങ്ങിലെ കുട്ടികൾക്കും, അതുപോലെ തന്നെ മറ്റുള്ള കർഷകർക്കും ഇവിടെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ഉള്ളൊരു സംവിധാനമാണ്. ഏറ്റവും വലിയൊരു പോളി ഹൗസാണിത്. പോളി ഹൗസ് എന്ന് പറഞ്ഞാൽ മിനിമം 1/2 ഏക്കർ അടുത്താണ് ഈ പോളി ഹൗസ് നിൽക്കുന്നത്. 4 ലക്ഷം ചെടികൾ കൊള്ളും. ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വളരെ റയർ പ്ലാന്റ്സ് വെച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം, അതും കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രാരംഭ നടപടികളിൽ കൂടെ ഒരു ഭാഗമാണിത്. അതിൻ്റെ ഒരു 90% അടുത്ത് വർക്ക് ഇതിപ്പോൾ കഴിഞ്ഞു. ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയെടുത്തതാണ് തന്റെ വിജയമെന്ന് സുധാകരൻ പറയും. ആരെയും കബളിപ്പിക്കാനോ അമിത പ്രതീക്ഷ നൽകാനോ തയ്യാറല്ല. അർബുദ രോഗ ചികിത്സയ്ക്ക് ഒറ്റമൂലി എന്ന പ്രചാരണം കേട്ട് ലക്ഷ്മി തരു തേടി വരുന്നവർക്ക് തൈ കൊടുക്കുമെങ്കിലും സുധാകരൻ ഇത്രയും കൂടി പറയും. ചില ആൾക്കാർ അതുമാത്രം ആശ്രയിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് മാറാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ ശിക്ഷണത്തിൽ ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ ഇത് ചെയ്താൽ ഈ പറഞ്ഞ അസുഖങ്ങൾ സ്പ്രെഡ് ആവാതിരിക്കാനും, പിന്നെ നമ്മുടെ റിയൽ സെൽസൊക്കെ നശിച്ചു പോകുമ്പോൾ ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ലക്ഷ്മി തരും, അതുപോലെ തന്നെ മുള്ളാത്തയുടെയും ഇലകളും അതിൻ്റെ ഫ്രൂട്ട്സും വളരെ ഗുണകരമാണ്. ഔഷധ ചെടികൾക്കൊപ്പമുള്ള യാത്രയിൽ സുധാകരന് ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടി. ഈ രംഗത്തെ തട്ടിപ്പുകൾ പലതും നേരിട്ട് മനസ്സിലാക്കി. എന്നോട് വന്നിട്ട് 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ 1 കിലോ കരിമഞ്ഞൾ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്നും തരണ്ട, നിങ്ങൾ വെറും ഒരു 50 രൂപ തന്നാൽ മതി. നിങ്ങൾക്ക് കരിമഞ്ഞൾ പോലത്തെ ഒരു കറുത്ത നിറത്തിലുള്ള, അത് ഈ മഞ്ഞളിൻ്റെ വേറൊരു വകഭേദമാണ്, പല തെറ്റിദ്ധാരണകളും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ബൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പതിമുഖം എന്ന് പറഞ്ഞ ചെടി, ഒറ്റ ചെടി കേരളത്തിൽ വളരില്ല. കാരണം പതിമുഖം ഒരിക്കലും കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ വളരാൻ പറ്റുന്നതല്ല. അത് റോസേസി എന്നുള്ള പറഞ്ഞ ഫാമിലിയിലുള്ള റോസേസി എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ കുടുംബമാണത്. പതിമുഖം പ്രൂണസ് സെറാസോയിഡിസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഈ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ വളരില്ല. പക്ഷെ എല്ലാവരും അതിനെ
പതിമുഖം വിളിക്കുകയാണ്. ഇവിടെ വളരുന്നത് ചപ്പങ്ങാണ്. സിസാൽപേനിയസ് സപ്പൻ, സിസാൽപേനിയസ് ഫാമിലിയിലുള്ള ചപ്പങ്ങാണ് വളരുന്നത്. ഔഷധ ചെടികൾ വളർത്താൻ ആഗ്രഹമുള്ളവരും അതിന് തയ്യാറാകാത്തതാണ് ഇദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുന്ന സംഗതി. ഔഷധ സസ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങൾ നാട്ടിലുണ്ടാകണം. കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ സബ്സിഡി ഇതൊക്കെ കൊടുത്താലും കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കർഷകൻ്റെ ഉൽപ്പന്നം ശരിക്കും നേരിൽ തിരിച്ച് വാങ്ങിക്കുക, ന്യായമായ വിലയ്ക്ക് വാങ്ങിക്കാൻ തയ്യാറല്ലാത്തൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, വിലയുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനായിട്ടുള്ള സംവിധാനം കർഷകൻ്റെ ചിലപ്പോൾ 50 സെൻറ്റിലും അല്ലെങ്കിൽ സാധാരണക്കാരന് 1 ഏക്കറിലൊക്കെ വളർത്തുമ്പോൾ അവൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുള്ള സംവിധാനം ശരിക്കും ഇല്ലാത്തതുകൊണ്ടാണ് കർഷകർ അതിലേക്ക് വരാത്തത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും സർക്കാർ ഏജൻസികൾക്കും സസ്യങ്ങളെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം ഇഷ്ട സന്ദർശന കേന്ദ്രമാണ് ഇവിടം. അവരെ സ്വീകരിക്കാനും സസ്യവൈവിധ്യം പറഞ്ഞുകൊടുക്കാനും സുധാകരന് സന്തോഷം മാത്രം. അതെനിക്കൊരു ജീവിതത്തിൽ വളരെ ഒരു ആനന്ദം തരുന്നതാണ്. കാരണം ഒത്തിരി ചെടികളുടെ ഉള്ളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കത് കാലത്ത് തന്നെ നമുക്ക് എണീച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷം തരുന്നതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പുതിയ റയർ പ്ലാന്റ്സ് കൊണ്ടുവരിക, അതിൻ്റെ എഫർട്ട് എത്ര എടുക്കാൻ തയ്യാറായാലും ഞാൻ തയ്യാറാണ്. സസ്യപ്രേമം, സാങ്കേതിക വിദ്യ, വ്യാപാര സാധ്യത, ഈ 3 ഘടകങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ഇവിടെ. ഇനിയുള്ള കാലത്ത് നാടിനെ പച്ച പിടിപ്പിക്കാൻ വേണ്ടത് ഇത് തന്നെയാണെന്ന സുധാകരന്റെ ബോധ്യമാണ് ഈ വിജയത്തിന് പിന്നിൽ. സുധാകരനുമായി സസ്യവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വിലാസം ശ്രദ്ധിക്കുക. സുധാകരൻ രായിരത്ത് ഗാർഡൻസ്, പട്ടിക്കാട് PO, തൃശൂർ. ഫോൺ നമ്പർ 9995509324. നമ്പർ ഒരിക്കൽ കൂടി 9995509324. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ച മുൻപ് പരിചയപ്പെടുത്തിയ കർഷകരെ പറ്റിയുള്ള എപ്പിസോഡുകൾ manorama.news.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.